ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കല്യാണ സ്റ്റൈലിൽ ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. അതിനായിട്ട് നമ്മൾ 2 ഫുൾ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന ഏകദേശം 10-12 പേർക്കുള്ള ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം എടുത്ത് ചിക്കൻ ക്ലീൻ ചെയ്ത് നമുക്ക് മസാല പുരട്ടി വെക്കണം. നമുക്ക് മസാല പുരട്ടി ഒരു 1 ഹവറോളം വെച്ചാലേ അതിനകത്ത് എല്ലാം പിടിക്കുകയുള്ളൂ. അപ്പോൾ ഉപ്പും മുളകും കാര്യങ്ങളൊക്കെ ഒന്ന് പിടിക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം നമ്മൾ തന്നെ ഒന്ന് ക്ലീനാക്കി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ചേരുവകൾ ചേർക്കാം. നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് മുളക് പൊടിയാണ്. കാശ്മീരി ചില്ലി ആയതുകൊണ്ട് 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. 2 ചിക്കൻ ഉണ്ടല്ലോ, അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം നമ്മൾ ജസ്റ്റ് മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്, ബാക്കിയൊക്കെ കറിക്ക് ചേർക്കുന്നതാണ്. പിന്നെ നമ്മൾ 1 സ്പൂൺ മസാലപ്പൊടി, നമ്മുടെ നാട്ടിൽ പൊടിപ്പിച്ച മില്ലിലെ മസാലപ്പൊടിയാണ് ചേർക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കുരുമുളക് പൊടിയൊക്കെ എല്ലാം കുറേശ്ശെ മതി. 1/4 ടീസ്പൂൺ ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. പിന്നെ വേണ്ട ഉപ്പ് 1 സ്പൂൺ കംപ്ലീറ്റ് വേണം. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു നാരങ്ങയും കൂടെ പിഴിയണം. ആ നാരങ്ങയും കൂടെ പിഴിഞ്ഞിട്ട് നമുക്ക് നൈസായിട്ട് ഇവനെ ഒന്ന് പുരട്ടി വെക്കാം. അപ്പോൾ കുറച്ച് നേരം ഇരിക്കുമ്പോഴേ അവനെല്ലാം പിടിക്കുകയുള്ളൂ. എന്നാൽ ഇതിനൊക്കെ സമയം എടുത്ത് നമ്മൾ കുക്ക് ചെയ്യുമ്പോഴേ ഭംഗിയായിട്ട് ടേസ്റ്റ് കിട്ടുള്ളൂ നന്നായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കണം. ഇതിനെല്ലാം പുരട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി പച്ചക്കറികളെല്ലാം എടുക്കാം. പിന്നെ നമുക്ക് വേണ്ട ഒരു ഫുള്ള് വെളുത്തുള്ളി, ഇഞ്ചി, സവാള, പിന്നെ ഫ്രൈഡ് റൈസ് ആയതുകൊണ്ട് ക്യാരറ്റ്, ബീൻസ് ഉണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പച്ചമുളക് വേണം, ഒരു 10-12 പച്ചമുളക് വേണം. പിന്നെ തക്കാളി എടുത്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് കുഞ്ഞു ഐറ്റംസ് മല്ലിയില, പുതിനയില, അങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് വേണം. പിന്നെ ഇതെല്ലാം അരിയണ സമയം കൊണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എൻ്റെ വൈഫ് ഉണ്ട്, അനുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടും കൂടെയാണ്. പിന്നെ മല്ലിയില, പുതിനയില നമ്മുടെ വീട്ടിലുള്ളതുകൊണ്ട് നമ്മൾ കുറച്ചെടുത്ത് കഴുകി ക്ലീനാക്കി വെച്ചു. അപ്പം നമ്മളിത് അരിഞ്ഞ് വെച്ച സാധനങ്ങളെല്ലാം കൂടെ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ ഒരു മിക്സിയിൽ ചാരിട്ട് അടിക്കുക. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് ഇടുക. പെട്ടെന്നുള്ള പരിപാടിയാണ്. അങ്ങനെ നമ്മൾ എല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് നേരെ മിക്സിയിലിട്ട് പെട്ടെന്ന് അടിക്കാം. എന്നിട്ട് നല്ല രീതിക്ക് നമുക്കത് പേസ്റ്റ് ആക്കിയിട്ട് വേണം നമുക്കത് മാറ്റി വയ്ക്കാൻ. അങ്ങനെ നമ്മൾ അടിച്ച് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി പേസ്റ്റ് ആക്കിയ സാധനം നമുക്ക് തൽക്കാലം മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് കറി റെഡിയാക്കാനുള്ള പരിപാടിയിലോട്ട് നോക്കാം. ആദ്യം ഒരു പാത്രം എടുത്ത് നമ്മൾ ചൂടാകാൻ വെച്ചു. അതിലോട്ട് നമ്മൾ കുറച്ച് നെയ്യ് ഇട്ടു. നമുക്ക് വേണ്ടത് കുറച്ച് ഏലക്ക, കറുവാപ്പട്ട, ഗ്രാമ്പുമാണ് കറിക്ക് വേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മൾ അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. നമുക്ക് ഇത് പോരാ. നെയ്യുടെ കൂടെ തന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും ചേർത്തിട്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മസാലകൾ നമുക്ക് ചേർക്കാം. കറിക്ക് ഇത്ര സാധനങ്ങൾ മതി. റൈസിന് നമ്മൾ കുറച്ചുകൂടെ ഐറ്റംസ് കൂടെ ചേർക്കും. അവനൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള നമുക്ക് ചേർക്കണം. അപ്പോൾ അത്യാവശ്യം ഒന്ന് ചൂടായി ഒന്ന് റെഡിയായി വരണം, എന്നാലേ അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങുള്ളൂ. എന്നിട്ട് നേരെ നമുക്ക് അതിലോട്ട് നമ്മുടെ ഇതിനരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഫുള്ള് ചേർക്കാം. സവോള ഫുള്ള് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റണം. ഒന്ന് റെഡിയായി ചെറുതായിട്ടൊന്ന് ചൂടായി ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് അതിനോട്ട് ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർത്ത് കഴിയുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് വഴലും. അപ്പോൾ നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഏകദേശം 1 സ്പൂൺ ഉപ്പ് ചേർക്കാം. ആ സമയം കൊണ്ട് തന്നെ നമുക്ക് അരി കഴുകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അരി കഴുകി ഒരു അരമണിക്കൂർ വെള്ളത്തിട്ട് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് വെള്ളം വാർത്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. 4 ഗ്ലാസ് അരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്കൊരു 10 പേർക്ക് 4 ഗ്ലാസ് അരി മതിയാവും. അപ്പോൾ അങ്ങനെ നമുക്കിത് മാറ്റി വയ്ക്കാം. കുറച്ച് നേരം അത് റെഡി ആയിട്ടിരിക്കട്ടെ. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം നമ്മുടെ കറിയുടെ സവോള റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനോട് തന്നെ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് അങ്ങോട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കാം. അപ്പോൾ ഇളക്കി ഏകദേശം അതിൻ്റെ പച്ചമണം പോകണം. ആ പച്ചമണം പോയാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള പൊടികൾ ചേർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ചിക്കനിൽ നേരത്തെ തന്നെ പൊടികൾ ചേർത്തിട്ടുള്ള തന്നെ സെയിം ആയിട്ടുള്ള 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. നമുക്കിനി ചേർക്കേണ്ടത് മുളക് പൊടിയാണ്. നമ്മൾ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത്. അത് നമ്മൾ 2 സ്പൂൺ ഇട്ടു. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടത് ഗരം മസാലയാണ്. ഗരം മസാല നമുക്ക് 2 സ്പൂൺ വേണം. അങ്ങനെ നമ്മൾ 2 ചിക്കൻ ഉള്ളതുകൊണ്ടാണ് ഇത്തരം പൊടികൾ നമുക്ക് വേണ്ടത്. 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബാക്കി ചേരുവകൾ ചേർക്കണം. നമുക്ക് അടുത്തായിട്ട് ചൂടായി അതിൻ്റെ പച്ചമുളകൊക്കെ പോയി നമുക്കതിലോട്ട് തക്കാളി ചേർക്കാം. അങ്ങനെ നമ്മൾ തക്കാളി ആഡ് ചെയ്തിട്ടുണ്ട്. തക്കാളി ഒന്ന് വഴണ്ട് അതൊന്ന് ഉടഞ്ഞു വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കുറച്ച് പൊടികളുകൂടെ ഉണ്ട്. നമുക്കിനി മെയിനായിട്ട് വേണ്ടത് കുരുമുളക് പൊടിയാണ്. നമുക്ക് കുരുമുളക് പൊടി ആവശ്യത്തിന് ഒരു 3/4 സ്പൂണോളം നമ്മൾ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള നമുക്ക് പെരിഞ്ജീരക പൊടിയാണ്. അത് നമ്മൾ 1 സ്പൂൺ ഇട്ടു. പിന്നെ മല്ലിയില, പുതിനയില നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് വഴന്നുവന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ട് തൈര് ചേർക്കാനുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് തൈര് ചേർക്കണം. നമുക്ക് ഏകദേശം ഒരു 2-3 സ്പൂണോളം തൈര് വേണം. കാര്യം ഇത്രയും ക്വാണ്ടിറ്റി സാധനമുള്ളതുകൊണ്ട് ഇത് വലിയ പാത്രമാണ്. നമ്മൾ 2 ചിക്കൻ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു 3 സ്പൂണോളം നമ്മൾ തൈര് ചേർത്തിട്ടുണ്ട്. തൈര് ചേർത്ത് ഒന്ന് സെറ്റായി അവനൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയം കൊണ്ട് എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ആകട്ടെ. അപ്പോൾ മിക്സായി കഴിയുമ്പോഴത്തേക്കും നമുക്കിനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇടണം. അപ്പോൾ അങ്ങനെ ഏകദേശം ഒന്ന് നല്ല പേസ്റ്റായിട്ട് വരുന്നുണ്ട്. നല്ല സ്മെല്ലൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഈ സമയത്തൊക്കെ നമ്മുടെ തീ ഏകദേശം മീഡിയം ലെവലിലേ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടി പിടിക്കും.
അപ്പോൾ അങ്ങനെ ഇത് റെഡിയായി വരുന്ന സമയം കൊണ്ട് നമ്മൾ മസാല പുരട്ടി വെച്ച് ചിക്കൻ ഏകദേശം 1 hour ആയിട്ടുണ്ട്. അപ്പോൾ ആ ചിക്കൻ നമ്മൾ നേരെ ഇതിലോട്ട് ചേർക്കുവാണ്. നമുക്കിതിനകത്ത് പ്രത്യേകിച്ച് വെള്ളമൊന്നും വേണ്ട കേട്ടോ. ഈ ചിക്കനിനകത്ത് തന്നെ നമ്മളിത് സ്ലോ കുക്ക് ചെയ്താൽ മതി, എന്നാലേ ഇതിന് നല്ല ടേസ്റ്റ് വന്ന് എല്ലാം പിടിക്കുകയുള്ളൂ. ആദ്യം ഇച്ചിരി മീഡിയം തീ വെക്കുക, എന്നിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ തീ കുറച്ച് വെക്കുക. അങ്ങനെ പതുക്കെ റെഡിയാക്കുമ്പോൾ അതിന് നല്ല ടേസ്റ്റ് കിട്ടും. നമ്മൾ സമയമെടുത്ത് റെഡിയാക്കുന്ന എന്തിനും നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ നന്നായിട്ട് ഇതെല്ലാം പിടിച്ചിട്ടുണ്ട്. നമുക്കിനി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അത് കഴിഞ്ഞ് നമ്മളൊരു ഫ്രൈ പാനിലോട്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കിസ്മിസും അണ്ടിപ്പരിപ്പും നമുക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അത് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ അതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളത് എല്ലാം നമ്മൾ നെയ്യിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിന് പ്രത്യേക ടേസ്റ്റാണ്. നെയ്യും വെളിച്ചെണ്ണയിലും നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ ടേസ്റ്റ് കിട്ടും. നമ്മൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നെയ്യിലും വെളിച്ചെണ്ണയിലും വേണം നമുക്ക് ഉണ്ടാക്കാൻ. അങ്ങനെ നമുക്ക് കിസ്മിസ് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പ് വിട്ട് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചെറുതായിട്ടൊന്ന് ഒരു കളർ മാറുന്നവരെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് നമുക്ക് അവനങ്ങോട്ട് റെഡി ആയിട്ടുണ്ട്, അവനങ്ങോട്ട് മാറ്റി വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കറി എന്തായാലും നോക്കാം. കറി നല്ല അടുപ്പിരിക്കുവാണ്, ഏകദേശം തിളച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാതെ തിളച്ച് വന്ന കറി നമ്മളൊന്ന് ഇളക്കി കൊടുത്ത് ഇടയ്ക്കൊന്ന് ഇളക്കിയില്ലെങ്കിൽ അത് അടി പിടിക്കും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ ചെറിയ ഗ്യാപ്പിൽ സവോളയും കൂടെ വറുത്തെടുക്കണം. നമുക്ക് ഇതിൻ്റെ മേളിലൊന്ന് ഗാർണിഷ് ചെയ്യാനുള്ള സവോള നമ്മൾ വറുത്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ കറിക്കകത്തും ഫ്രൈ ചെയ്ത സവോളയും ഇതെല്ലാം ചേർക്കുന്നതല്ല അതിന് ടേസ്റ്റ് ഉള്ളൂ. നമ്മൾ കല്യാണ സ്റ്റൈലാകുമ്പോൾ കുറച്ച് ആഡംബരമായിട്ട് വേണം ഉണ്ടാക്കാൻ. അങ്ങനെ നമ്മുടെ തിളച്ച കറിയുടെ മേലോട്ട് നമ്മൾ ആ ചിക്കൻ നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സവോള വറുത്ത് വെച്ചിരിക്കുന്ന ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പകുതി കിസ്മിസും പകുതി അണ്ടിപ്പരിപ്പും കൂടി ഇടുന്നതാണ്. എന്നിട്ട് നമ്മളൊന്ന് ഇളക്കി വെക്കണം. അപ്പോൾ ആ സവോളയുടെ ആ ഫ്രൈ ചെയ്ത സവോളയുടെ ആ ഒരു ടേസ്റ്റ് ഇതിലോട്ട് കയറി പിടിക്കണം. അതുപോലെ തന്നെ കിസ്മിസിൻ്റെയും അണ്ടിപ്പരിപ്പിൻ്റെ ഒരു ഫ്ലേവറും കൂടെ കിട്ടണം. ആ സമയം കൊണ്ട് തന്നെ നമ്മൾ കറി റെഡിയായി. കറി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി ആ പാത്രത്തിൽ തന്നെ നമ്മൾ റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ നെയ്യ് ഒഴിച്ചു. നമുക്ക് വേണ്ടത് ഈ മസാല സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ആ കാണുന്ന അളവിൽ തന്നെ നമ്മൾ ഏകദേശം എടുത്താൽ മതി. അപ്പോൾ അങ്ങനെ നമ്മളതെല്ലാം കൂടി ചൂടായി വന്ന് നെയ്യിലോട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതൊന്ന് നൈസായിട്ടൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് ഒന്ന് നന്നായിട്ടും ചൂടാണ്, എന്നാലും അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങുള്ളൂ. എല്ലാ മസാലക്കൂട്ടിലും ആ ചൂട് ആയാൽ മാത്രമേ അതിൻ്റെ ഫ്ലേവർ നമുക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ അതിലോട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറുതായിട്ട് അരിഞ്ഞ് ക്യാരറ്റും ബീൻസും കൂടി ചേർത്തിട്ടുണ്ട്. അവനെ നന്നായിട്ടൊന്ന് വഴറ്റി വരണം. എന്നിട്ട് നമ്മൾ 4 ഗ്ലാസ് അരിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 6 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. അങ്ങനെ അളവിൽ നമ്മൾ വെള്ളം ചേർത്തിട്ടുണ്ട്. അവനെ നന്നായിട്ട് ഇനി നമുക്ക് വേണ്ടത് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് തിളച്ച് വരാനുള്ള സമയമാണ് വേണ്ടത്. എന്നിട്ട് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന അരി നമ്മളിത് നന്നായിട്ട് തിളച്ചാൽ മാത്രമേ അരി ഇടാവുള്ളൂ. അത്യാവശ്യം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പിടണം. അതുപോലെ തന്നെ നമുക്ക് അതിനകത്തൊരു നാരങ്ങ കൂടെ പിഴിഞ്ഞ് ചേർക്കണം. നാരങ്ങ ചേർക്കുമ്പോൾ അതിന് ഫ്ലേവർ കിട്ടും. അതുപോലെ തന്നെ ഈ അരി തമ്മിൽ ഒട്ടിപ്പിടിക്കത്തുമില്ല. അപ്പം നമ്മളിത് ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്ന ഇതിലോട്ട് നമുക്ക് നേരെ ഇനി അരി ചേർക്കാം. നമ്മൾ അരി അങ്ങോട്ട് കഴുകി കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയാണ് നമ്മൾ ചേർക്കുന്നത്. അങ്ങനെ അരി ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കും. ഇനി ഇളക്കലാണ് ഇതിൻ്റെ മെയിൻ സംഭവം. അതുപോലെ തന്നെ തീ നമ്മൾ ആദ്യം നല്ല ഫുൾ തീ വെക്കണം. എന്നിട്ട് നമ്മൾ പിന്നെ തീ ഒരു മീഡിയം ആക്കി വെച്ചിട്ട് വേണം നമ്മൾ നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. എന്നിട്ട് മൂടി വെക്കാം. നല്ല അടികട്ടിയുള്ള പാത്രമാണെങ്കിൽ നന്നായിട്ട് കിട്ടും. ഏകദേശം പകുതിയായിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് നമ്മൾ നേരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, ശ്രദ്ധിക്കണം കേട്ടോ. ഏകദേശം തിളച്ച് വരുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല. നമ്മൾ ആ കറക്റ്റ് വെള്ളം ഒഴിക്കുന്നതെങ്കിൽ നമുക്കൊരു കുത്തിപ്പറ്റിച്ചെടുക്കാമെന്ന് പറയും നമ്മുടെ കല്യാണ ശൈലി കണ്ടോ. അവൻ ആ ഗ്യാപ്പിൽ നേരെ റെഡിയായി വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഇളക്കി കൊടുത്ത് നമുക്ക് വീണ്ടും ഒന്ന് ഗാർണിഷ് ചെയ്ത് മൂടി വെക്കാം. അപ്പോൾ നല്ല സെറ്റായി നല്ല ഭംഗിയായിട്ടുണ്ട്. ആ സമയം കൊണ്ട് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളത് ഏകദേശം ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കുണ്ടോ അതിൻ്റെ ഇത് കണ്ടോ, നല്ല കറക്റ്റ് പരുവത്തിലാണ് നിൽക്കുന്നത്. ഒരു വെള്ളപ്പൂവില്ല, ഒന്നുമില്ല. നമുക്ക് കറക്റ്റ് ആ ഫ്രൈഡ് റൈസിൻ്റെ കല്യാണ സ്റ്റൈൽ ആ അരിയുടെ ഭംഗിയുണ്ടോ, എല്ലാം നല്ല വിട്ട് നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട് കണ്ടോ. അത് നേരെ നമുക്ക് വിളമ്പി നമുക്ക് പിന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ട ആ കളർ നോക്കിയേ, നമ്മുടെ കല്യാണ സ്റ്റൈലിൽ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഒരു ചിക്കൻ കാലും കൂടെ എടുത്ത് നമുക്ക് പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇച്ചിരി ഗ്രേവിയും കൂടെ വെച്ചിട്ട് നമ്മൾ ആ വെള്ളം ഇല്ലെങ്കിലും കണ്ടോ തിളച്ച് വന്നപ്പോൾ ആ കറിയുടെ ഗ്രേവി കണ്ടു. അപ്പോൾ അതാണ് ചിക്കൻ്റെ അകത്തുള്ള വെള്ളം വന്നു. പിന്നെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കിയ നാരങ്ങാച്ചാറാണ്. അപ്പോൾ നാരങ്ങാച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ വെച്ച് വിടാം. പിന്നെ അതുപോലെ നമ്മൾ ഈ ഗ്യാപ്പിൽ കച്ചമ്പർ കൂടെ ഉണ്ടാക്കിയായിരുന്നു. അങ്ങനെ നമ്മുടെ സംഭവം സെറ്റായി. നമുക്കിനി കഴിച്ച് നോക്കാം. അങ്ങനെ ഇത്ര നേരം ഞങ്ങളുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നല്ല ടേസ്റ്റ് ഉണ്ട്. വീണ്ടും കാണാം.